വലിയ സ്വപ്നങ്ങളെ ചേസ് ചെയ്യുക. സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. ചെറിയ സ്വപ്നമായിട്ട് നടക്കുന്നവർക്കാണ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ട്. വലിയ സ്വപ്നങ്ങളുള്ളവർക്കാണ് അച്ചീവ് ചെയ്യാൻ ഈസിയാവും. രണ്ടൊക്കെ സെയിം. അതായത് നമ്മളൊരു പ്രശ്നം, നമ്മൾ പല ആൾക്കാരും ഡ്രീമും സ്വപ്നമൊക്കെയാണ് എന്നെ വലുതാക്കി എന്ന് പറയുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ സംബന്ധിച്ച് ഡ്രീമൊന്നും അല്ല വലുതാക്കിയിരിക്കും. ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പോറലുകൾ, ചെറുപ്രായത്തിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലി സർക്കിളിൽ ഉണ്ടാക്കിയിട്ടുള്ള വേദനകൾ, പോറലുകൾ, അവഗണനകൾ, പരാജയങ്ങൾ, സെറ്റ് ബാക്കുകൾ, ഇതൊക്കെയാണ് ആൾക്കാരെ വലുതാക്കിയിരിക്കുന്നത്. അല്ലാതെ ഡ്രീം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരാണ് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല എപ്പോഴും കൂടുതൽ ആൾക്കാർക്കും പറ്റുന്നുണ്ട്. എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഞങ്ങൾക്ക് പെൻഷനുണ്ട്, കുഴപ്പമില്ല, ഞങ്ങളുടെ കാര്യം ഒക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? സെൽഫിഷാണ്. അവർ വേറെ ആരെക്കുറിച്ചും ചിന്തിക്കാത്തതുകൊണ്ട്. മറ്റാൾക്കാരെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആവശ്യത്തിന് അപ്പുറമായിട്ട് ചിന്തിച്ച് നോക്കി. അപ്പോൾ എന്തെല്ലാം കാര്യം ചിന്തിക്കാമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആ കൂടി ജീവിതത്തിൽ ഒന്നേ കിട്ടുള്ളൂ. ഒത്തിരി 100 പേരുടെ ലൈഫ് സേഫ് ആക്കി കൊടുക്കുക. പൈസ കൂടുതലുള്ള കിട്ടുന്ന പൈസ കൊണ്ട് എടുത്ത് ചാരിറ്റി ചെയ്യുക. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തിടപെട്ടിട്ടുള്ള പല ആൾക്കാരും ഹയർ ലെവലിലേക്ക് വളർന്ന അല്ലെങ്കിൽ വലിയ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും അടുത്തിടപെട്ടിട്ട് അവരൊക്കെ ഒരു ഡ്രീം പോലും പറയുന്നത് അവർ അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന ചാരിറ്റിയെ കുറിച്ച്. അവരുടെ ഡ്രീം അതാണ്. അവർക്ക് വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം BMC മാനുണ്ട് ശോഭ, അദ്ദേഹത്തിന് പാലക്കാട് അദ്ദേഹത്തിന്റെ വില്ലേജിന് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് പറയും. നമ്മൾ പഠിക്കണം. നമ്മൾ ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ സമൂഹത്തിന് തിരിച്ചു കൊടുക്കാന്നൊരു ഉത്തരവാദിത്വം നമുക്ക്. നമ്മൾ ഈ സമൂഹം നമുക്ക് ഇതെല്ലാം തന്നെ ആ സൊസൈറ്റിക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാന്നൊരു ധർമ്മം കൂടെ നമുക്കുണ്ടാകും. ശോഭ ഗ്രൂപ്പിന്റെ മേനോൻ അദ്ദേഹത്തിന് 2,000-3,000 കോടി രൂപയ്ക്കുള്ള ആസ്തിയുള്ള ആളാണ്. അങ്ങനെ എന്നെയും പൈസയ്ക്ക് വേണ്ടിയാണ് ഓർക്കുന്നത്. പുള്ളിക്കാരൻ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ സാറ് ശോഭ സിറ്റിയില്ലേ അവിടെ അല്ല, അദ്ദേഹം പറഞ്ഞതെന്ന് പറയും, നമ്മൾ ചിലപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പുള്ളി പറഞ്ഞത്, എൻ്റെ ഒരു പ്രോഡക്റ്റ് ഏറ്റവും വില കുറഞ്ഞത് 4.5 കോടിയാണ്. ശോഭയുടെ ഒരു ബില്ല എന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപ വില വരും. ഞാൻ ബിസിനസ് ചെയ്യുന്ന കാശുള്ളവരുമായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള സാധനമല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ബിസിനസ് ചെയ്യുന്ന കാശുള്ളവർക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഇത് രണ്ടാണ്. ചാരിറ്റിയും ബിസിനസ്സും രണ്ടാണ്. ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സായിട്ട് ചെയ്യണം, ചാരിറ്റി ചെയ്യുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കും. കൂടുതൽ ആൾക്കാർക്ക്, നമുക്കും പല ആൾക്കാർക്കും പറ്റുന്ന മിസ്റ്റേക്കുന്ന പാവങ്ങൾ വരുമ്പോൾ കടം കൊടുക്കും. പാവങ്ങൾ വരുമ്പോൾ അവർ പാവമല്ലേ, മറ്റൊരു ഒത്തിരി നമ്മൾ ചെയ്യുന്നതിന് 100 രൂപ അവർ ചെയ്യുന്നുണ്ട്. അവർ പാവം വരുമ്പോൾ കൊടുക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് ബിസിനസ് പ്രിൻസിപ്പിൾ പൈസ തന്നെ തരാൻ പറ്റുള്ളൂ. പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെച്ചിട്ട് അത് പാവങ്ങൾക്ക് കൊടുക്കും. ബിസിനസ്സിൻ്റെ ചില ഡിസിപ്ലിനും പ്രിൻസിപ്പിൾസുമാണ് അവരെ ആക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ശോഭ സിറ്റി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പാലക്കാട് ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പോയി കാണും. ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. 5 സ്റ്റാർ ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ താമസിക്കുന്നവർക്ക് ഫുൾ ഫെസിലിറ്റി. അവരുടെ ഒരു 5 സ്റ്റാർ പോലെ ദിവസം 3 പ്രാവശ്യം ക്ലീനിങ് ഉള്ള നല്ല അടിപൊളി റൂമുകളാണ്. അവരുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് താമസിക്കാം, അതിനുള്ള റൂം വേറെയുണ്ട്. അവർക്ക് കളിക്കാനുള്ള സൗകര്യം എല്ലാം. ഇത് കൂടാതെ ഇവർക്ക് വേണമെങ്കിൽ ഒരു വർഷം 100 ദിവസം വേണേൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയി വേണം താമസിക്കാം. ഈ ആരും നോക്കാനില്ലാത്ത ഓർഫനേജ് അല്ല ഇതുപോലെ അനാഥരായിട്ട് വരുന്നത് അവർക്ക് വേണ്ടി എല്ലാ ഫുൾ സൗകര്യം പുള്ളിയുടെ പേഴ്സണലൊക്കെ ഉണ്ട്. ഇത് കൂടാതെ പുള്ളി ജനിച്ചു വളർന്ന ഗ്രാമം, അവിടെ ഒരൊറ്റ ഒരാൾ പോലും BPL ഉണ്ടാവില്ല. മുഴുവൻ ആൾക്കാരും BPL, ഞാൻ നേരത്തെ പറഞ്ഞ് ഓർത്തിരിക്കും, APL ആയിരിക്കണം മുഴുവൻ ആൾക്കാരും. ഒരാൾ പോലും BPL ക്ലാസ്സിൽ ഉണ്ടാവരുത്. പുള്ളിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുത്ത് അവിടെയുള്ള സാധാരണക്കാരുടെ കുട്ടികളെ മുഴുവൻ അവിടെ ഏറ്റവും ടോപ്പ് ക്ലാസ് സ്കൂളിൽ പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി മേടിച്ച് APL-ലാക്കും. ഇതൊക്കെയാണ് ഒരു ഹയർ ലെവലിലേക്ക് വരുന്ന ആൾക്കാരെ വർക്ക് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്തത്. അവരൊക്കെ വീണ്ടും അടുത്ത വർഷം അതുപോലത്തെ പ്രൊജക്റ്റുകളാണ് അവർ ഡ്രീം ചെയ്യുന്നത്. നമ്മളിവിടെ എന്നാ ഡ്രീം ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാറുണ്ട്, അതങ്ങനെ അടച്ചിരുന്ന ഈ പരിപാടി നിർത്തേക്കാന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അതൊട്ട് നടക്കത്തില്ല. കാരണം നമ്മളിങ്ങനെ ദാരിദ്ര്യം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ പറയുന്നത് തന്നെ ദാരിദ്ര്യമില്ലാകുന്നില്ല. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന തന്നെ ദാരിദ്ര്യം ഇല്ലായ്മകളും പ്രശ്നങ്ങളും ഇതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അതിന് നടക്കിരുന്ന ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ദാരിദ്ര്യം ഒക്കെ കുട്ടികളിലൊക്കെ തന്നെ നമ്മുടെ അവർ കേട്ടു വളരുന്നത് നമ്മൾ ഈ ദാരിദ്ര്യമാണെങ്കിൽ ഇല്ലായിരിക്കും. അപ്പം ഇല്ലാന്ന് പറയണ്ടെന്നാണ് അടുത്ത ചോദ്യം. നമ്മൾ പലതരത്തിൽ പറയാം. ആ പറയുന്ന ഭാഷ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് നമ്മൾ ശിക്ഷ ചോദിച്ചു വാങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ് ഓർത്തിരിക്കുക, നമ്മുടെ വിസയും പാസ്പോർട്ടൊക്കെ എന്തായാലും ക്യാൻസൽ ആയിട്ട് അതിനു മുമ്പ് ചെയ്യാവുന്ന പരിപാടികൾ ഒരു റിഗ്രറ്റോട് കൂടി ഇവിടുന്ന് പോകരുത്. ഒരു 36 റൺ വേണം, അവസാനം 1 ഓവർ മാത്രം ബാക്കിയുള്ള ഒരു ബാറ്റ്സ്മാൻ നിൽക്കുന്നവർ നിൽക്കുക. അത് ഈ മാക്ലാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയാണ് നിങ്ങളെ ദൈവം എത്തിക്കുന്നത്. ആ സ്പിരിറ്റ് നിങ്ങൾക്കുണ്ട്. അതായത് 36 റൺ വേണം, ആ കൂടി 6 ബോൾ മാത്രമേ മിച്ചമുള്ളെങ്കിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ്റെ സ്പിരിറ്റോട് കൂടി ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്. അടിക്കാവുന്ന 3 അടിച്ചിട്ടോട് തിരിച്ച് ബാക്കി കിട്ടാവുന്നതാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചാണെങ്കിൽ കിട്ടും. അതിൻ്റെ പോകും. നമ്മൾ ചെയ്യാവുന്നത്, നമ്മളെ സംബന്ധിച്ച് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുന്നത്. റിഗ്രറ്റോട് കൂടി ഒരു രാത്രി പോലും റിഗ്രറ്റോട് കിടന്നാലും അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു രാത്രി പോലും ഉറങ്ങാൻ അനുവദിക്കരുത്.